ഇന്നിത് ആദ്യം മിന്നുവിനാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നത്. സമയത്തിന് അവൾക്ക് ഫുഡ് കൊടുത്തില്ലെങ്കിൽ അവൾ എന്നെ തിരക്കി അടുക്കളയിലോട്ട് വരും കേട്ടോ വിളിച്ചുകൊണ്ട്. അപ്പോൾ റൂമിൽ ഞങ്ങൾ അവളെ കൂട്ടിലടച്ചിട്ടില്ല കേട്ടോ, ഫ്രീ ആയിട്ടാണ് വിട്ടേക്കുന്നത്. അപ്പോൾ റൂമിൽ നിന്ന് നേരെ അടുക്കളയിൽ വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ അവളുടെ ഫുഡൊക്കെ ഇത് ആദ്യം തന്നെ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വിശന്നിരിക്കുകയായിരുന്നു കേട്ടോ ആള്. അങ്ങനെ ഇത് അവളുടെ ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ അവളുടെ വയറൊക്കെ നിറച്ചപ്പോൾ പിന്നെ മക്കളുടെ വിളി വന്നു കേട്ടോ, വിശക്കുന്നേ എന്തെങ്കിലും തായോന്ന്. അങ്ങനെ വേഗം അത് അവർക്ക് ദോശയൊക്കെ ചുട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നല്ല മൊരിഞ്ഞ ദോശയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ഇതാ ഞാൻ നെയ്യൊക്കെ ഒഴിച്ച് നല്ല മൊരിച്ച് ദോശ ചുട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി ഇതാ ദോശയും സാമ്പാറൊക്കെ ആയിട്ട് മക്കൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് തിന്നതും പിന്നെ ദോശ ചുട്ടതും ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, അതൊക്കെ ഒന്ന് വേഗം കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കുന്ന് കണക്കിന് ഇങ്ങനെ കൂടി കിടക്കും. പിന്നെ ഒരുമിച്ച് കഴുകാനായിട്ട് ഭയങ്കര ഒരു പണിയായിട്ട് എനിക്ക് തോന്നും കേട്ടോ. അതുകൊണ്ട് ഞാൻ അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ വേഗം ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് മീൻ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഈ ഒരു മീനാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഈ മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ വള്ളത്തിൽ ഉപ്പനെന്നോ വള്ളത്തി ഉപ്പനെന്നോ അങ്ങനെ എന്തൊക്കെ പറയും കേട്ടോ. ഇതൊരു പച്ച മീനിനെ അവർ ഇങ്ങനെ രണ്ടായിട്ട് കീറിയിട്ട് പിന്നെ അതിനകത്ത് പരല ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ വച്ചിരിക്കും കേട്ടോ. അങ്ങനെ വാടി ഒരുമാതിരി ഇരിക്കുന്ന മീനാണേ. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരുമാതിരിയുള്ള ഒരു വാട സ്മെല്ലെടുത്തിട്ട് മക്കൾക്ക് ഇത് ഇഷ്ടമല്ല കേട്ടോ. എനിക്കും ഏട്ടനും അമ്മയ്ക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. മക്കൾക്ക് നിർബന്ധിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പീസോ 2 പീസ് എന്തെങ്കിലും കഴിക്കും കേട്ടോ. അങ്ങനെ തീരെ അങ്ങനെ കഴിക്കാതെ ഇരിക്കില്ല. എന്നാൽ അവർക്കത് ഇഷ്ടമില്ല. അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഇന്ന് കറി വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അമ്മയാണ് മീനൊക്കെ കറി വെക്കുന്നത്, ഞാൻ കറി വെച്ചാൽ ശരിയായില്ല കേട്ടോ. അങ്ങനെ ഇതാ മീനൊക്കെ കഴുകി കൊടുത്തപ്പോൾ അമ്മ ഇത് അരപ്പൊക്കെ അരച്ച് ഇത് അടുപ്പത്തോട്ട് വെച്ച് കേട്ടോ. അങ്ങനെ മീനൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിയൽ വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അവിയൽ വെച്ചിട്ട് ഒരുപാട് ദിവസം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഇത് അവിയലും കൂടെ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇത് അവിയലിൻ്റെ അരപ്പൊക്കെ അരച്ച് ഇത് അടുപ്പത്തോട്ടാക്കി പിന്നെ ഇത് അടച്ചും കൂടെ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇത് അവിയലും അവിടെ ഇരുന്ന് വേകുന്നുണ്ട്, മീനും ഒരു സൈഡിൽ ഇരുന്ന് വേകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിയലൊക്കെ വെന്തപ്പോൾ പിന്നെ കടുവും കൂടെ താളിച്ചൊഴിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ കടു താളിച്ചൊഴിച്ചപ്പോഴത്തേക്ക് അവിയലിന് ഭയങ്കര മണമായിരുന്നേ. പിന്നെ ഇതാ കുറച്ച് എണ്ണ ഇതാ മീനിലും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മീനും നമ്മുടെ അവിയലൊക്കെ നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഉച്ചത്തേക്കുള്ള ഊണൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.